ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല റിലേഷൻഷിപ്പിലും വില്ലനായിട്ട് വരുന്ന ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. അത് ആരാണെന്നറിയോ? ആങ്കർ, ദേഷ്യം. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്ക് ദേഷ്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ദേഷ്യമുണ്ടോ, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൽ ആർക്കെങ്കിലും ദേഷ്യമുണ്ടോ എന്നൊക്കെ. പലപ്പോഴും ഈ ദേഷ്യപ്പെടുന്ന ആൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ആ ഒരു വേദന മനസ്സിലാക്കാൻ കഴിയാറില്ല, അല്ലേ? നെഞ്ഞത്ത് ഒരു ആണി അടിച്ച പോലെ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ചിലപ്പോൾ ആ ഒരു ദേഷ്യപ്പെട്ടതിൻ്റെ വേദന ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും പോവാൻ ഒരുപാട് സമയമെടുക്കും. ചിലപ്പോൾ മണിക്കൂർ എടുക്കും, ചിലപ്പോൾ ദിവസങ്ങളെടുക്കും. അത് ആ ദേഷ്യം വരുന്ന സമയത്ത് ഇവർ ഉപയോഗിക്കുന്ന വാക്കുകളെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? ചിലർ പെട്ടെന്ന് റിക്കവർ ആവും, ചിലർ റിക്കവർ ആവാൻ ടൈം എടുക്കും. എന്തൊക്കെ പറഞ്ഞാലും ഈ ആങ്കർ എന്ന് പറയുന്നത് ഒരു വില്ലൻ തന്നെയാണ്. ഒട്ടുമിക്ക റിലേഷൻഷിപ്പിൽ തകർച്ച ഉണ്ടാവുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ വളരെ ഡീപ്പായിട്ട് ഇതിനുള്ള ഒരു സൊല്യൂഷൻ പറയാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ആങ്കർ ഉള്ള ഒരു വ്യക്തിക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ആ ആങ്കറൊക്കെ ഒന്ന് കുറച്ച് ഹാപ്പി ആയിട്ട് ഓപ്പോസിറ്റുള്ള ആളോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമുക്ക് സൊല്യൂഷനിലോട്ട് വരാം. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മെയിനായിട്ടും ആളുകൾ ദേഷ്യപ്പെടുന്നത്. ഒന്നാമത്തേത്, എപ്പോഴും ദേഷ്യപ്പെടുന്ന ടൈപ്പ് ഓഫ് ആളുകൾക്കിടയിൽ വളരുന്ന അല്ലെങ്കിൽ അത്തരം ആളുകളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ദേഷ്യം എന്ന് പറയുന്നത് ഒരു ബിഹേവിയർ ആയിട്ട് മാറിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. എന്തിനും ഏതിനും തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെടുക. അതവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരുടെ ചുറ്റുപാടിൽ നിന്നും അവർക്ക് കിട്ടിയ കണ്ടീഷൻസ് ആണ് അവരെ ആ ഒരു ദേഷ്യം എന്ന് പറയുന്ന ബിഹേവിയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനും സൊല്യൂഷൻ സെയിം തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രെസ്സ് അല്ലെങ്കിൽ ധാരാളം ടെൻഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനൊക്കെ വന്ന് എന്ത് കേട്ടാലും ദേഷ്യം വരിക, അങ്ങനത്തെ ഒരു അവസ്ഥ, അങ്ങനെയുള്ള ആളുകളും ഉണ്ടാവും. അപ്പോൾ ടെൻഷനും കൊണ്ടും സ്ട്രെസ് കൊണ്ടും ദേഷ്യപ്പെടുന്ന ആളുകളും ഉണ്ട്. എന്താണെങ്കിലും സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലേതാണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ടെൻഷനൊക്കെ ഒന്ന് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഹ്യൂമർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവണം എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഹ്യൂമർ കേൾക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോമഡി പടങ്ങളൊക്കെ വാച്ച് ചെയ്യാം. ഇനി ഇതിനൊന്നും താല്പര്യമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 5 minutes എങ്കിലും നിങ്ങൾ ലോഫിംഗ് തെറാപ്പി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. പല ആളുകളും എന്താണ് ലോഫിംഗ് തെറാപ്പി എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഒന്നുമില്ല, ചുമ്മാ ചിരിക്കുക ഒരു 5 minute. ആ ലോഫിംഗ് തെറാപ്പിയുടെ ഒരു മ്യൂസിക് ഉണ്ട്, ആ മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്തിട്ട് ചുമ്മാ ചിരിക്കുക. വേറെയുള്ള ആളുകൾ കാണരുത്. നിങ്ങൾക്ക് ദേഷ്യം പോയിട്ട് ഇപ്പോൾ ഭ്രാന്തായി എന്ന് വരെ വിചാരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മറ്റുള്ള ആളുകളൊന്നും കാണാത്ത ഒരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം റൂമിലോ അല്ലെങ്കിൽ പുറത്ത് ഗ്രൗണ്ടിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഈ ലോഫിംഗ് തെറാപ്പി ഒരു 5 minutes പ്രാക്ടീസ് ചെയ്യുന്നത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ആങ്കർ കുറഞ്ഞു വരും. ഒരു 30 days 2 months ഒക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഈ ദേഷ്യം ഒഴിവാക്കാനായിട്ട് പറ്റും. ലോഫിംഗ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചിരിക്കുക, ചെറിയ രീതിയിൽ ചിരി തുടങ്ങി പൊട്ടിച്ചിരിക്കുക, ഒരു 5 minute ചിരിച്ചുകൊണ്ടേയിരിക്കുക. അതിന് പറ്റിയൊരു മ്യൂസിക് ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ലോഫിംഗ് തെറാപ്പി മ്യൂസിക് എന്നോ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അത് പ്ലേ ചെയ്തുകൊണ്ട് അങ്ങോട്ട് ചിരിച്ചാൽ മതി. അപ്പോൾ അത് പ്ലേ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ചിരി വന്നോളും. അപ്പോൾ അങ്ങനെ ചിരിക്കുക. ആർട്ടിഫിഷ്യൽ ആണെങ്കിലും പിന്നീട് അത് നാച്ചുറൽ ആയിക്കോളും. ആദ്യം അങ്ങോട്ട് ചിരിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേഷൻ കാരണത്താലായിരിക്കും ദേഷ്യപ്പെടുന്നുണ്ടാവുക. ഫ്രസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജോലിയുടെ ഭാരമായിരിക്കാം, ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവാം, അത് നടത്തുകയോ അല്ലെങ്കിൽ ആ വാക്ക് പാലിക്കുകയോ ചെയ്യാത്തതിൻ്റെ പേരിലായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക, എൻ്റെ ഭാഗത്ത് കൺട്രോളുള്ള അല്ലെങ്കിൽ എനിക്ക് കൺട്രോളുള്ള ഒരു കാര്യത്തിലാണോ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്, അതോ എൻ്റെ കൺട്രോളിലല്ലാത്ത ഒരു കാര്യത്തിലാണോ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് എന്നുള്ളത് ചിന്തിക്കുക. നിങ്ങളുടെ കൺട്രോളിലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മറ്റേ കാര്യത്തിന് വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, അത് വിട്ടേക്കുക. അത് ദൈവത്തിന് വിട്ടേക്കുക, അല്ലെങ്കിൽ വരുന്ന പോലെ വരട്ടെ എന്നുള്ള രീതിയിൽ വിട്ടേക്കുക. നമ്മുടെ കൺട്രോളിലാണെങ്കിൽ മാത്രം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. അപ്പം അങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ റിലാക്സേഷൻ സ്കില്ലുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്.
ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡി എപ്പോഴും എൻഗേജ്ഡ് ആണ്, എനർജൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര സ്ട്രെസ്സൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മുടെ ബോഡി, അതുപോലെ തന്നെ മൈൻഡ്, സോള്, ഇത് മൂന്നും റിലാക്സ്ഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ദേഷ്യപ്പെടുക എന്ന് പറയുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള സംഭവമായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. അത് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, എല്ലാ മനുഷ്യരും ഉള്ളതാണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പ്രവൃത്തിയോ മറ്റോ നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന സമയത്ത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന സംഭവമാണ്. ഞാനിവിടെ സംസാരിക്കുന്നത് അമിതമായിട്ടുള്ള ദേഷ്യമാണ്. ആങ്കർ എന്നുള്ള ഇമോഷൻ എല്ലാവർക്കും ഉള്ളതാണ്. അമിതമാവുമ്പോഴാണ് അത് ദോഷമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള റിലാക്സേഷൻ സ്കില്ലുകൾ, ഐ മീൻ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ അത് പോയി പഠിക്കണ്ടേ എന്നൊന്നും ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ബ്രീത്തിങ് ചെയ്യുക, ശ്വാസം മൂക്കിലൂടെ എടുക്കുക, വായിലൂടെ പുറത്തേക്ക് വിടുക, അല്ലെങ്കിൽ മൂക്കിലൂടെ തന്നെ പുറത്തേക്ക് വിടാം. ബ്രീത്ത് എടുക്കുമ്പോഴും വിടുമ്പോഴും ഉള്ള ആ ഒരു ശബ്ദത്തിൽ നിങ്ങൾ കുറച്ച് സമയം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കുക. ഡെയിലി ഒരു 5 മിനിറ്റ്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഫ്രസ്ട്രേറ്റഡ് ആവണ്ട, എന്തെങ്കിലും റിലാക്സേഷൻ സ്കില്ലുകളിലൊക്കെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ പുറത്തു പോവുക. കുറച്ച് ടൈം വേറെ ചിന്തകളൊന്നുമില്ലാതെ, ഐ മീൻ ജോലി അങ്ങനെ ഉള്ള ചിന്തകളൊന്നുമില്ലാതെ അവിടെ കൂടെ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പുറത്ത് ഔട്ടിങ്ങിന് പോകുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ്. ചിലപ്പോൾ ഇഷ്ടമില്ലാത്തൊരു ജോലിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത വേറെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും എൻഗേജ്ഡ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നാൽ തന്നെ ദേഷ്യം കുറേയൊക്കെ കുറയും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോഴാണ് കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയി ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സസൈസ്, മെഡിറ്റേഷൻ, അതുപോലെ ലാഫിംഗ് തെറാപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ ഇതുപോലെ തന്നെ അമിതമായിട്ടുള്ള ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്തുകൊണ്ടാണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി നമ്മൾ സംസാരിക്കണം. ഓരോരുത്തർക്കും ഓരോരോ റീസൺസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അത് നിങ്ങളൊരു കൺസൾട്ടിങ്ങിന് പോകുന്നത് നല്ലതാണ്, ഓവറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. മാറുകയാണെന്നുണ്ടെങ്കിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നോക്കാം. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്ക് ദേഷ്യമൊന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കായിരിക്കും ദേഷ്യം. എന്നാൽ ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ ഭയങ്കര പേടിയായിരിക്കും. കാരണം ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ പേരിലെങ്ങാനും ദേഷ്യപ്പെടുമോ എന്നുള്ള ടെൻഷനായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എത്രത്തോളം ദേഷ്യമുള്ള ആളാണെന്നുണ്ടെങ്കിലും, എങ്ങനെയൊക്കെ സ്വഭാവമുള്ള ആളാണെന്നുണ്ടെങ്കിലും, അവരെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്കൊരു പവർ വേണോ? നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ഒരു കഴിവ് വേണ്ടേ? അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തേർഡ് ഐയുടെ ആ ഒരു പവർ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പഠിക്കാം. ആ പവർ ഉപയോഗിച്ച് നിങ്ങൾ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 45 മിനിറ്റ്സ് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മെഡിറ്റേഷൻ ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്ത് ആ ഒരു തേർഡ് ഐ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ ദേഷ്യമുള്ള ആളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അഥവാ അയാളുടെ ദേഷ്യം ബാക്കിയുള്ള ആളുകളോടൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കും, അതിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളോട് അയാൾ ദേഷ്യപ്പെടാത്ത രീതിയിൽ അയാളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പറ്റും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആ വ്യക്തി ചെയ്യും. അതെങ്ങനെ പറയണം, എവിടെ നോക്കി പറയണം, എവിടെ നോക്കി പറഞ്ഞാലാണ് അവർ അതുപോലെ അനുസരിക്കുക. അതുപോലെ ഒരു വ്യക്തിയെ നമുക്കൊരു നോട്ടത്തിലൂടെ അവരെ ഒരു സ്ഥലത്ത് നോക്കി പറയുന്നതിലൂടെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്കുകളൊക്കെയാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. തേർഡ് ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ കോഴ്സാണ് പവർ യോഗി എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. ചെറിയ കോഴ്സാണെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാത്ത കാര്യങ്ങളാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. സോ ആ ഒരു പവർ നേടിയിട്ട് ഈ ദേഷ്യമുള്ള ആളുകളെ നിങ്ങൾക്ക് ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഈ കോഴ്സിലൂടെ. അപ്പോൾ അത് ആവശ്യമുള്ള ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം, കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാം. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. കുറച്ച് പണിയുണ്ട്, കാരണം
മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് അങ്ങനെ ഒരു ശക്തി കിട്ടുള്ളൂ. അങ്ങനെ ഒരു ശക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിരിക്കും. എത്ര ദേഷ്യമുള്ള ആളാണെന്നുണ്ടെങ്കിലും അവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അതിനുള്ളൊരു പവർ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. കഷ്ടപ്പെടണം, പണിയുണ്ട്. അങ്ങനെ കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ വിളിച്ചോ ധൈര്യപൂർവ്വം. ചെറിയൊരു ഫീസും ഉണ്ട്, അതടച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പ്രാക്ടീസ് തുടങ്ങുക. 45 ഡേയ്സ് കൊണ്ട് പവർ അച്ചീവ് ചെയ്യുക. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. എനിവേ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദേഷ്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവരുടെ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിവേ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.